നേരത്തെ കുറെ നേരമായി, അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് തളച്ചു എന്നാണ് പാപ്പാന്റെ പറയുന്നത്. പിന്നെ എന്താ നമ്മുടെ അല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് അങ്ങനെയല്ല. ദാറ്റ് ഈസ് ഇപ്പോൾ നാട്ടാനിയാണ്. അപ്പോൾ നമ്മൾ സഹായിക്കുന്നു, നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതിൽ ബേസിക്കലി ചെയ്യേണ്ടത് മയക്കുവെടി എന്തെങ്കിലും വെക്കണമെങ്കിൽ അത് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഡോക്ടർ വന്നിട്ട് അത് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്, നമ്മുടെ സ്റ്റാഫ് എല്ലാവരും ഇവിടെ ഉണ്ട്, എലിഫന്റ് സ്ക്വാഡുകാരും ഉണ്ട്. അത് എനിക്ക് പെർട്ടിക്കുലർലി അറിയില്ല. കേട്ടത് കൊല്ലം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഒരു അമ്പലോത്സവത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ ഇന്ന് രാവിലെ കുളിക്കാൻ കൊണ്ടുപോയപ്പോഴാണ് എന്തോ ഇത് നടക്കുന്നത്. ഫോട്ടോ എടുക്കായിരുന്നു എന്ന് പറയുന്നത്. അല്ല, അത് എനിക്കറിയില്ല. അല്ല, ഇത് ഏത് ഭാഗത്തുനിന്ന് വരണ്ടോടിയെന്ന് സംബന്ധിച്ച് അല്ല അതറിയില്ല. ഇതിപ്പോ എത്രത്തോളം ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് നോക്കിയിരുന്നു? ഇല്ല, അതങ്ങനെയല്ല. നമ്മളിത് ഇപ്പൊ നാട്ടാനിയാണ് ഇത്. അപ്പൊ അതിനൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രകാരമാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വനംവകുപ്പിന് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ലീഗൽ കൺട്രോൾ ഇല്ല. എന്നിരുന്നാലും നമ്മൾ സഹായിക്കും. അല്ല, ഞാനത് കാണാൻ വന്നേക്കാണ്. ഏത് ആനയാണെന്നുള്ളതിന്റെ ഒരു വ്യക്തതയും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ അതിന്റെ ഈ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിക്കുന്നതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിരുന്നു? ഇല്ല, അത് നമ്മളുടെ ഓഫീസല്ല നോക്കുന്നത്, അത് വേറെയാണ് നോക്കുന്നത്. സോഷ്യൽ ഫോറസ്ട്രിയും പിന്നെ അത് കഴിഞ്ഞിട്ട് കൂടാതെ റവന്യൂ എല്ലാവരും ഉണ്ട്. ഇപ്പൊ എന്ത് സാഹചര്യം? അല്ല, ഇപ്പൊ പിടിച്ച് കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളെല്ലാരും ഉണ്ട്. നമ്മൾ വനവകുപ്പ് ഉണ്ട്, വെറ്ററിനറി ഡോക്ടേഴ്സ് എത്തും, എലിഫന്റ് സ്ക്വാഡ് ഓൾറെഡി ഉണ്ട്. അപ്പൊ വേണ്ട നടപടികൾ നമ്മൾ സ്വീകരിക്കും. അല്ല, അത് നാട്ടാനിയാണ് ഇത്. അത് കാട്ടിൽ താനിയല്ല. അപ്പൊ അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യും. DFOയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതായത് നിലവിൽ അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് തൃശ്ശൂർ DFO ആണ്, അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. ഇനിയിപ്പോൾ നിലവിലത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ആനയെ കൊല്ലം ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ ഏത് ഉത്സവത്തിനാണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഇവിടെ നമ്മുടെ ഒരു ദൃക്സാക്ഷി നമ്മളോട് വിവരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തെക്കേ നടയിൽ എത്തിയ സമയത്താണ് ആന വിരണ്ടോടിയത്. അവിടെ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ആന അവിടെ നിന്നും വിരണ്ടോടുകയാണ് ഉണ്ടായത് എന്നുള്ള ഒരു കാര്യം. അത് കൃത്യമായി മറ്റ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സാക്ഷിയായിരുന്ന വ്യക്തി എന്തായാലും പറയുന്നത് അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഏത് ഉത്സവത്തിനാണ് എന്തിനാണ് എത്തിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പിനും കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അവരും പറയുന്നത്. എന്തായാലും ആനയെ നിലവിൽ തളച്ചിട്ടുണ്ട്. ആനയെ ഇപ്പോൾ ഈ തളച്ച് ഈ ഒരു വീടിന് പുറകിലുള്ള പറമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ്. എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ വ്യക്തത വരേണ്ടത്.